ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിൽ വരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇതേക്കുറിച്ച് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ഇപ്പോൾ വിശദീകരണം നൽകുകയാണ്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള ധാരണാപത്രമായിരുന്നു ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 2026 വരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ധാരണാപത്രം ഒപ്പുവെക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇത് നടക്കുന്ന കാര്യമല്ല എന്നാണ് ഇപ്പോൾ സ്പോൺസർമാർ പറയുന്നത്. ഇതിൽ നേരത്തെ തന്നെ പണം കൈമാറിയതാണ്. 130 കോടി രൂപയാണ് കൈമാറിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ നീക്കം വിലപേശലാണോ എന്ന് സംശയമുണ്ടെന്നാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. അവരാണ് സ്പോൺസർമാർ, അവരാണ് പണം നൽകിയത്, 130 കോടി നൽകിയത്. അവർ പറയുന്നത് പുതിയ കരാർ ആകാമെന്നത് പഴയ കരാറിന്റെ ലംഘനമാണെന്നാണ് സ്പോൺസർമാർ പറയുന്നത്. 2026 സെപ്റ്റംബറിൽ വരാമെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നാണ് സ്പോൺസർമാർ പറയുന്നത്. മെസ്സിയും അർജന്റീന ടീമും വരില്ലെന്ന് ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ പ്രതിനിധിയായ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിംഗ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇവരാണോ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6 തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. 2 മാസം മുമ്പ് പണം നൽകിയെന്നാണ്. 130 കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ ടീമിന് ഇതിനായി നൽകിയത്. ഈ ഔദ്യോഗിക ചർച്ചകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടും ചർച്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത്. പക്ഷേ ഇപ്പോൾ കരാറിൽ നിന്ന് പിന്മാറുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് എന്നാണ് സ്പോൺസർമാരുടെ ആരോപണം വന്നിരിക്കുന്നത്. പുതിയ ധാരണാപത്രം വേണമെന്നാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ടീം പറയുന്നതെന്നും ഇപ്പോൾ സ്പോൺസർമാർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഈ വർഷം 4 നഗരങ്ങളിൽ മെസ്സി വരുമെന്നുള്ള അറിയിപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നില്ലെങ്കിൽ മറ്റൊരിടത്തും വരാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. അപ്പോൾ അർജന്റീന ടീമിനെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ സ്പോൺസർമാരും നൽകുന്നത്. നേരത്തെ മന്ത്രിയും ഈ നിലപാടാണ് എടുത്തിരുന്നത്. സർക്കാരിൻ്റെയോ സ്പോൺസർമാരുടെയോ കുറ്റമല്ല, ഇക്കാര്യത്തിൽ പണം നൽകിയതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യത്തിൽ നിലപാട് മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇപ്പോൾ കുറ്റം മുഴുവൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മേലാണല്ലോ ഉള്ളത്. ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും 2026 സെപ്റ്റംബറിലേക്ക് പുതിയ ധാരണാപത്രം ഉണ്ടാക്കണമെന്നാണല്ലോ. അത് പക്ഷേ നടക്കുന്ന കാര്യവുമല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മഞ്ജുഷ, അത് ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, അതൊരു പുതിയ ഒരു കാര്യവുമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെയുള്ള ധാരണ അതിൽ ഈ വർഷം എത്തുമെന്നായിരുന്നു, ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു. പക്ഷേ അതുണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. അതില്ല എന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു കരാർ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നു എന്ന കാര്യം കൂടി പുറത്തുവിടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന കരാർ അത് ഇനിയിപ്പോൾ നടപ്പാക്കാനുള്ളൊരു സാധ്യതയില്ല. ആ ദിവസങ്ങളിലേക്ക് ഒരു സാധ്യതയുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പുതിയൊരു തീയതിയെക്കുറിച്ച്, പുതിയൊരു കരാറിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അത് സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇതിനുള്ള പണം 130 കോടി രൂപ കഴിഞ്ഞ മാസം 6-നാണ് നൽകിയത്. ഇതിൻ്റെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. ബാങ്ക് വഴി തന്നെയാണ് KFA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ചർച്ച നടത്തിയ ശേഷമാണ് ഈ തുക കൈമാറുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ, ഈ രേഖകൾ കാണിക്കുവാനായിട്ട് പുറത്തുവിടാൻ സാധിക്കുകയില്ല. കാരണം അത് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ കൊണ്ടാണ് അതിന് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിൽ കൃത്യമായിട്ട് തന്നെയും അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനാണ് മുഴുവനായിട്ടുള്ളൊരു പഴി കേൾക്കേണ്ടി വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അവരാണ് ഈ കരാറിൽ നിന്ന്, ഇപ്പോൾ ഉള്ള കരാറിൽ നിന്ന് പിന്നോക്കം പോകുക എന്നത് മാത്രവുമല്ല, പുതിയ കരാറിലേക്ക് വരുമ്പോൾ കൂടുതൽ തുക, ഏതാണ്ട് 60 കോടിയോളം രൂപ കൂടുതലായിട്ട് തന്നെ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, നേരത്തെ കേരളത്തെയും ഇവിടുത്തെ ഒരു കായിക ഫുട്ബോളിനോടുള്ള താല്പര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണകളൊന്നും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിലപേശൽ
വിട്ടുവീഴ്ചയിലാണോ ഇതെന്ന് താൻ സംശയിക്കുന്നതായും ആൻഡോ അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ മഞ്ജു സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പഴിയും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് തന്നെയാണ് ഇക്കാര്യത്തിൽ. മാത്രവുമല്ല സ്പോൺസർമാർ പറയുന്നത് ഇതുവരെയും അർജന്റീന അല്ലെങ്കിൽ മെസ്സി വരില്ല എന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായ യാതൊരു ഉറപ്പും അല്ലെങ്കിൽ അത് ഔദ്യോഗികമായ അത്തരമൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ആ രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ വരില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പുതിയ ധാരണാപത്രം വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അക്കാര്യവും പറയുന്നില്ലേ ഡാനി? 2026 സെപ്റ്റംബറിൽ വരുന്നതിന് വേണ്ടി പുതിയ ധാരണാപത്രം വേണം. അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്നാണല്ലോ. കാരണം ലോകകപ്പ് നേടിയ ടീമിനെ അതേപടി കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ധാരണ. പക്ഷേ ഇനി അടുത്ത ലോകകപ്പിന് ശേഷമേ ഇനി വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് അവിടെ ഒരു ആശയക്കുഴപ്പമാണല്ലോ. വലിയ ആശയക്കുഴപ്പം തന്നെയാണ്. കാരണം ഈ കരാർ സംബന്ധിച്ച് പുതിയ 2026 സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ അത് ഈ ലോകകപ്പ് കഴിഞ്ഞു വരുന്ന ഒരു സീസണായിരിക്കും. അപ്പോൾ പുതിയ ലോകകപ്പ് വിജയികളായിരിക്കാം. അപ്പോൾ തീർച്ചയായും തന്നെ അത്തരമൊരു സാധ്യതകളിലേക്കില്ല. ആ പുതിയ കരാർ സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ അവർ ചർച്ച തുടങ്ങിയെന്ന് പറയുമ്പോൾ പഴയ കരാർ ഇനി നടപ്പാകില്ല എന്ന് ഏതാണ്ട് 100% തന്നെ ഉറപ്പാണ്. കാരണം പഴയ കരാറിലേക്ക് അവർ വരാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ അങ്ങനെ അറിയിച്ചിട്ടില്ല. ഇപ്പോഴാണ് പുതിയ കരാർ സംബന്ധിയായ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പഴയ കരാറിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ലോകകപ്പ് വിജയികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പുതിയ കരാറിലേക്ക് വരുമ്പോൾ അത് നടപ്പാക്കാനുള്ളൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മെസ്സിയെ മാത്രം ഇവിടേക്ക് എത്തിക്കുമായിരുന്നെങ്കിൽ ഇത്രയും പണച്ചെലവുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു കായിക സംസ്കാരവും കാര്യങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ടൂറിസം സാധ്യതകൾ കൂടി ഉടലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്ലാനാണ് തങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അതിനുവേണ്ടി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് മത്സരവേദിയായിട്ട് നിശ്ചയിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. വലിയ തയ്യാറെടുപ്പുകൾ നടത്തി വലിയ പണച്ചെലവുകൾ ഈ കാര്യങ്ങളിലുണ്ടായി. അങ്ങനെയെങ്കിൽ ഇത് കരാറിൻ്റെ ലംഘനമാകും. ഏതായാലും അത് കരാറിൻ്റെ ലംഘനമാണെങ്കിൽ അത് തീർച്ചയായും അതിൻ്റെ ഒരു നിയമവഴിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും. കാരണം ഇത് ഫിഫ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടുകൂടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുക എന്നതടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നിയമപരമായി നേരിടും, നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. മാത്രവുമല്ല ഈ കരാറിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് മെസ്സിക്ക് ഇന്ത്യയിലെ മറ്റൊരു പരിപാടിയിലേക്കും വരാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ കഴിയുമെന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഡിസംബർ 12-ാം തീയതി മെസ്സി വരികയാണ്. കൊൽക്കത്തയിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, മുംബൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഇക്കാര്യം ചാർട്ട് ചെയ്ത് കഴിഞ്ഞുവല്ലോ. അതും ഒരു സ്വകാര്യ കമ്പനിയാണ് നടത്തുന്നത്. പക്ഷേ അത് ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയല്ല. ചില ഫുട്ബോൾ സംവാദം, അതുപോലെ തന്നെ മറ്റു പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതൊക്കെയാണല്ലോ നടക്കാൻ പോകുന്നത്. ആ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചുവല്ലോ. ലയണൽ മെസ്സി വൈകാതെ തന്നെ ഇക്കാര്യം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യും എന്നും ഈ സ്പോൺസർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് വരില്ല എന്നതുകൊണ്ട് മറ്റു നഗരങ്ങളിലെ മെസ്സിയുടെ വരവിന് തടസ്സമാവുക? കരാറിൻ്റെ ലംഘനമാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരാൻ കഴിയില്ല എന്ന് പറയുന്നു, നിയമപരമായി നേരിടുമെന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം അത് നേരിടാൻ കഴിയുമെന്നതെല്ലാം തന്നെ ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം മെസ്സി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്തരം കരാറുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കൃത്യമായ രീതിയിൽ തന്നെ അറിയിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലേക്ക് തടയിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നതാണ് അറിയേണ്ടത്. മാത്രവുമല്ല ഈ കരാർ സംബന്ധിച്ച് നിലവിൽ കേരളത്തിലേക്ക് വരുന്ന കരാർ സംബന്ധിയെ കൃത്യമായ ഒരു കാര്യങ്ങൾ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല എന്നതാണ്. അദ്ദേഹം അതിനുള്ളൊരു വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് താനത് പുറത്തുവിടാത്തതെന്നാണ് സ്പോൺസർമാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായ ഒരു കുരുക്കിലേക്കാണോ നീങ്ങുന്നത്? കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു അനൗൺസ്മെൻറ്റ് അത് ഈ രീതിയിലുള്ളൊരു നിയമപ്രശ്നത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വൈകാതെ ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളിലെ വിശദാംശങ്ങൾ കൂടി പുറത്തുവിടാൻ ഇവർക്ക് നിർബന്ധിതരാകേണ്ടി വരും. കാരണം എങ്കിൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഇവർ തങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രമാത്രമുണ്ട് നീതിയുടെ പക്ഷമെന്നത് കാര്യമെല്ലാം തന്നെ വിശദമാക്കാനായിട്ട് എങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇവർ പറയുന്നത് അർജന്റീനയുമായി എതിർ കളിക്കാനുള്ള ടീമിൻ്റെ ഒരു പാനലടക്കം തയ്യാറാക്കിയിരുന്നു. അത് ഏതായാലും തങ്ങളിപ്പോൾ പുറത്തുവിടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും കരാറിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആ കരാറ് ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. പുതിയ കരാർ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ അർജന്റീനിയൻ ടീമിൻ്റെ വക്താക്കൾ ഇവരോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് സാധ്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. അതായത് ഈ വർഷം എന്തായാലും മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരില്ല.
അടുത്ത വർഷം വേണമെങ്കിൽ പുതിയ കരാർ ഉണ്ടാക്കണം, അതും ലോകകപ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അത് പക്ഷേ സ്പോൺസർമാർ അതിന് തയ്യാറുമല്ല. അങ്ങനെ വരുമ്പോൾ മെസ്സി ഇല്ല കേരളത്തിലേക്ക്. അപ്പോൾ നേരത്തെ മെസ്സി വരുംട്ടോ എന്ന് പറഞ്ഞ മന്ത്രിക്ക് തന്നെ ഇനി ഔദ്യോഗികമായിട്ട് തന്നെ തിരുത്തി പറയേണ്ടി വരുമല്ലോ. ഈ വർഷമെന്നല്ല, അടുത്ത വർഷവും വരില്ല എന്ന് തന്നെ. കാരണം അങ്ങനെ ഒരു കരാറിന് സാധ്യതയില്ല എന്നാണല്ലോ സ്പോൺസർമാർ പറയുന്നത്. തീർച്ചയായും മഞ്ജുഷ, ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം ഈ വർഷം മെസ്സി അർജന്റീനയും കേരളത്തിലേക്ക് ഇല്ല എന്നത് അവർ പുതിയ കരാറിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ വർഷം കേരളത്തിലേക്ക് ഇല്ല എന്നത് വ്യക്തമാണ്. പുതിയ കരാർ അടുത്ത വർഷത്തേക്ക് വേണമോ എന്നത് ഇവരാണ് തീരുമാനിക്കുന്നത്. അതൊരു പുതിയ ടീമാണ്, പഴയ കരാറിൻ്റെ ലംഘനമാണ്, തങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന് സ്പോൺസർമാർ പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, പുതിയ കരാറിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്ന് കൂടി പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വർഷം മെസ്സി കേരളത്തിലേക്കില്ല, അടുത്ത വർഷം ഇതിന് സ്പോൺസർമാരും തയ്യാറല്ല. അതുകൊണ്ട് അങ്ങനെ മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ വർഷം ഇല്ല എന്ന കാര്യം ഉറപ്പായിരുന്നു ഇന്നലെ തന്നെ. പക്ഷേ അടുത്ത വർഷവും വരുന്ന കാര്യത്തിൽ ഇപ്പോൾ സ്പോൺസർമാർ തയ്യാറല്ല, അങ്ങനെ ഒരു പുതിയ കരാർ ഉണ്ടാക്കാൻ അവരും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ ഏറെ കാത്തിരുന്ന മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ്, അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ.